2025 ഫെബ്രുവരി 26 മഹാശിവരാത്രിയാണ്. ശിവപ്രീതി നടത്തുക ഈ നക്ഷത്രജാതകർ. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഇവരുടെ പേരിൽ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. ഓം നമഃശിവായ എന്ന് ഉരുവിടുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ നക്ഷത്രജാതകരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് സംഭവിക്കാൻ പോവുകയാണ്. ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു മാറ്റം. ഇവരുടെ ഈ വലിയ വിജയം കണ്ട് കുടുംബത്തിന് പോലും സന്തോഷമാകും. ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമായിരിക്കും ഇനി സംഭവിക്കുക. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങുകയാണ്. കൂടെ നിൽക്കുന്നവർക്ക് പോലും ഭാഗ്യാനുഭവമായിരിക്കും. ഇവർ ചെല്ലുന്നിടം സകലവിധ സൗഭാഗ്യങ്ങളും കൊണ്ട് നിറയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എത്തുക. പരമശിവന് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു മാലയാണ് കൂവളത്തുമാല. ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല ശിവഭഗവാന് ചാർത്തുക ഈ നക്ഷത്രജാതകർ. കൂവളം വീട്ടിലുണ്ടെങ്കിൽ അനവധി രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് മേൽ പതിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറിക്കിട്ടും. പതിവായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നിങ്ങളുടെ നാള് ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിക്കുക. ധാര, മഹാമൃത്യുഞ്ജയ ഹോമം, കൂവളമാല ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റിത്തരും ശിവഭഗവാൻ. ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകരൊക്കെയും രക്ഷപ്പെടുന്ന സമയമാണ്. അതിശയിപ്പിക്കുന്ന ഫലങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും ഇനിയുള്ള നാളുകൾ. അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രജാതകരുടെ എല്ലാവിധ സങ്കടങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ്. ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയുന്നു. ധനഭാഗ്യം വന്നു ചേരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്നു. ധാരാളം ധനം വന്നു ചേരുന്നു. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് അശ്വതി നക്ഷത്രജാതകർ എത്തുന്നത്. അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്, സർവൈശ്വര്യത്തിൻ്റെ സമയമാണ്. കുടുംബ ഐശ്വര്യം വന്നു ചേരും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ്. മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടും. ശത്രുദോഷങ്ങളൊക്കെ നീങ്ങും. ശിവന് കൂവളത്തില കൊണ്ട് മാല ചാർത്തി പ്രാർത്ഥന നടത്തുക. ജീവിതത്തിൽ എല്ലാവിധ പ്രതിസന്ധികളും മാറിക്കിട്ടും. അതും ജീവിതത്തിലെ കാര്യ തടസ്സങ്ങളൊക്കെ നീങ്ങി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെ നയിക്കും. നിങ്ങൾക്കിനി ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. അടുത്ത നക്ഷത്രം മകയിരമാണ്. മകയിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ള മകയിര നക്ഷത്ര ജാതകർക്ക് ഒരു സമ്മാനമൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. പുണർത്തത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ധാരാളം ധനം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇനി ഇവർക്ക് ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം മഖമാണ്. മകൻ നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. കാര്യ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പ്രതിസന്ധികളൊക്കെ മാറും. ദേവസന്നിധിയിൽ നാളികേര പറവിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും വന്നു ചേരും. എല്ലാവിധ സമൃദ്ധിയും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും. വരുന്ന ഏതാനും ദിവസത്തിനകം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ധനവരവിൻ്റെ സമയമായിരിക്കും.
ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. തിരുവോണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ധനനഷ്ടങ്ങൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ദേവീ സന്നിധിയിൽ പോയി പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ വലിയ ആഗ്രഹം സാധ്യമാകും. എല്ലാ രീതിയിലും നേട്ടമാണ്, ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക വഴി നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ കൂവളമാല സമർപ്പിക്കുക ശിവഭഗവാന്. അതൊക്കെ ഐശ്വര്യത്തിന് കാരണമാകും. ദേവീ സന്നിധിയിലും ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം രേവതിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ശത്രുനാശം സംഭവിക്കുന്നുണ്ട്. അതായത് ശത്രുവിനെ കൊണ്ടുള്ള വലിയ ശല്യം ഇവർക്കുണ്ട്. എന്നാൽ ഇനി ശത്രുനാശമാണ്, സമ്പത്ത് വർധനവിൻ്റെ കാലമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടാൻ പോകുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു. ധനസമൃദ്ധിയുടെ സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ നീരാഞ്ജനം കർപ്പിക്കുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഐശ്വര്യത്തിൻ്റെ സമയമാണ്, സമൃദ്ധിയുടെ സമയമാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും.